വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 27 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ലോകം നൽകുന്ന നശ്വരമായ സുഖങ്ങളിൽ മനസ്സമാധാനം കണ്ടെത്താൻ കഴിയാതെ നിങ്ങൾ എപ്പോഴെങ്കിലും ആത്മീയമായി തളർന്നു പോയിട്ടുണ്ടോ? പ്രിയ സഹോദര സഹോദരി, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും രോഗങ്ങളും തകർച്ചകളും നിങ്ങളുടെ ഹൃദയത്തിന്റെ സമാധാനം കെടുത്തിക്കളയുമ്പോൾ എവിടെ നിന്നാണ് യഥാർത്ഥ ആശ്വാസം ലഭിക്കുക എന്ന് ചിന്തിച്ച് നിങ്ങൾ നിരാശപ്പെട്ടിട്ടുണ്ടോ? കർത്താവായ ഈശോ തന്റെ വലിയ കഷ്ടാനുഭവങ്ങളിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പ് ഭയചകിതരായ ശിഷ്യന്മാർക്ക് നൽകിയ ആ വലിയ വാഗ്ദാനമാണ് ഇന്ന് തിരുസഭ നമ്മുടെ മുന്നിൽ വെക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് അരുളി ചെയ്തുകൊണ്ട് ഏത് വലിയ പ്രതിസന്ധിയിലും പതറാതെ നിൽക്കാനുള്ള കൃപയാണ് കർത്താവ് നമുക്ക് പകർന്നു തരുന്നത്. ലൗകികമായ നേട്ടങ്ങളോ പണമോ പദവികളോ തരുന്ന താൽക്കാലികമായ ശാന്തിയല്ല, മറിച്ച് ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുന്ന ആത്മശാന്തിയാണ് നമുക്ക് ആവശ്യം. ദുഷ്ടാരൂപി നമ്മുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴും പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി കീഴടങ്ങിയ പുത്രനായ ഈശോയുടെ മാതൃകയാണ് ക്രൈസ്തവരായ നിങ്ങളും ഞാനും നമ്മുടെ അനുദിന ജീവിതത്തിൽ പിന്തുടരേണ്ടത്. ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഹൃദയത്തിന്റെ അസ്വസ്ഥതകൾ മാറ്റിവെച്ച് രക്ഷകനായ ഈശോയിൽ പൂർണ്ണമായി ശരണപ്പെടാൻ നമുക്ക് തയ്യാറാകാം. ഇഹലോകത്തിന്റെ അധിപനായ സാത്താൻ നമ്മെ തകർക്കാൻ വരുന്നുണ്ടെങ്കിലും കർത്താവ് അവനെ തോൽപ്പിച്ചുകൊണ്ട് തന്റെ അനന്തമായ സ്നേഹം കുരിശിലൂടെ പ്രകടിപ്പിച്ചു എന്ന വലിയ സത്യം നമ്മുടെ ജീവിതങ്ങൾക്ക് വലിയ പ്രത്യാശയാണ് പകർന്നു നൽകുന്നത്. നമുക്ക് ചുറ്റും അശാന്തിയുടെ കൊടുങ്കാറ്റുകൾ വീശിയടിച്ചാലും ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മുടെ ആത്മാവിനെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ദൈവസ്നേഹത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. പുത്രൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയേണ്ടതിനായി അവിടുന്ന് കൽപ്പനകൾ അനുസരിച്ചതുപോലെ നാമും ദൈവഹിതത്തിന് അനുസൃതമായി ജീവിച്ച് യഥാർത്ഥ ദൈവമക്കളായി മാറുവാൻ പരിശ്രമിക്കണം. കർത്താവിന്റെ ശാന്തി നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളിലും ചിന്തകളിലും എപ്പോഴും ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ വലിയ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ഈശോ മിശിഹായിൽ കാത്തു പരിപാലിക്കട്ടെ. നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് പരമ്പകളും പ്രാർത്ഥനകളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ താമസമില്ലാതെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. മെയ് 1 ആരംഭിച്ച കത്തോലിക്ക ബൈബിളിലെ POC പരിഭാഷയുടെ 73 പുസ്തകങ്ങളെ കോർത്തിണക്കിയുള്ള 100 ദിവസത്തെ ബൈബിൾ വായനയുടെയും ധ്യാനത്തിന്റെയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ഗോഡ് ബ്ലെസ് യു.